ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ 6th പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് ഇറ്റ്സ് പ്രോപ്പർട്ടി വിച്ച് എനേബിൾസ് ഇറ്റ് ടു റെസിസ്റ്റ്. സർഫസ് ടെൻഷൻ നമുക്കറിയാം ടെൻസൈൽ സ്ട്രെസ്, അതായത് വാട്ടറിനെ സ്പ്രെഡ് ചെയ്യിക്കാതെ അതിനെ സ്പെറിക്കലായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. സോ ടെൻസൈൽ സ്ട്രെസ്സിനെയാണ് ഇത് റെസിസ്റ്റ് ചെയ്യുന്നത്. The phenomenon of rising of water in the tube of a smaller diameter is called as. സ്മോളർ ഡയമീറ്ററിലുള്ള ഒരു ട്യൂബിലൂടെ വാട്ടർ റൈസ് ചെയ്യുന്ന ഫിനോമിനനെ പറയുന്ന പേരാണ് കാപ്പിലറി റൈസ്. ഓൾറെഡി ഇത് ഒരു വർക്കൗട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താണ്, അതുകൊണ്ടാണ് ഓൾറെഡി ആൻസേഴ്സ് എല്ലാം ടിക്ക് ചെയ്തിരിക്കുന്നത്. When a small angular displacement is given to a body floating in a liquid, it starts oscillating about some point. The point is called as metacenter. The floating body is said to be unstable equilibrium when the metacenter of the body is lower than the center of gravity of the floating body. Which of the following is not a condition of equilibrium of a floating body? It is balanced equilibrium. 3 equilibrium conditions ആണ് ഉള്ളത്: സ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിലും സബ്മർജ്ഡ് ബോഡി ആണെങ്കിലും ഈ 3 ഇക്വിലിബ്രിയംസ് ആണ് ഉള്ളത്. Capillary rise is due to both the cohesion and adhesion, while the surface tension is mainly due to the cohesion phenomena. The maximum discharge over a triangular notch, the angle of notch should be 90 degree. The loss of head at the entrance to a pipe is 0.5 v square divided by 2g. The Newton's law of viscosity relates in a fluid. Newton's law of viscosity നമുക്കറിയാം ടോ is equal to mu into du divided by dy ആണ്, അല്ലെങ്കിൽ ടോ is directly proportional to du divided by dy ആണ്. That is the shear stress and the rate of angular momentum ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീസോമെട്രിക് ഹെഡ് ഓഫ് ഫ്ലോ ഈസ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പ്രഷർ ഹെഡും ഡേറ്റം ഹെഡും ആണ് നമ്മളൊരു പീസോമീറ്ററിലൂടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ പീസോമെട്രിക് ഹെഡ് ഈസ് ദി സം ഓഫ് ദ പ്രഷർ ഹെഡ് ആൻഡ് ദ ഡേറ്റം ഹെഡ്. Three pipes are connected in series. Then series ആയിട്ട് പൈപ്പ് കണക്ട് ചെയ്താൽ അതിലുള്ള ഡിസ്ചാർജ് സെയിം ആയിരിക്കും. സോ ദ ഓപ്ഷൻ ഈസ് സി. ഡിസ്ചാർജ് ത്രൂ ഈച്ച് പൈപ്പ് ഈസ് സെയിം. എ ട്രയാങ്കുലർ നോച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു, റെക്ടാങ്കുലർ നോച്ച് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത വളരെ സ്മോൾ ഡിസ്ചാർജുകൾ പോലും നമുക്ക് ട്രയാങ്കുലർ നോച്ച് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ ദ ഓപ്ഷൻ ഈസ് ബി. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ദ റെക്ടാങ്കുലർ നോച്ച് ഫോർ low discharges. Laminar flow in a channel exists up to a Reynolds number less than 600. The non-dimensional number classifies the channel flow as a critical or subcritical is. Critical flow ആണോ subcritical flow ആണോ എന്ന് പറയുന്ന നമ്പർ ഇറ്റ് ഈസ് ദി ഫ്രൂട്ട്സ് നമ്പർ. ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോയും ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയും ആയിരിക്കും. When the flow in a channel does not vary with time, the flow is called as a steady flow. The discharge through a trapezoidal channel is minimum when the discharge through the trapezoidal channel is minimum when നമുക്കറിയാം the top width of the trapezoidal channel is equal to 2 times the sloping side ആണ്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദ ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ്. ബെർണോളിസ് തിയറം ഡീൽസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബെർണോളിസ് തിയറത്തിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ. എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ് ബെർണോളിസ് തിയറം നമുക്ക് തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഫോർ ആൻ ഓറിഫേസ് ഈസ്. സി വിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തെടുത്തതാണ്. സി വി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4y ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ആണ്. Hydraulic gradient line represents the sum of pressure head and a datum head.
The discharge over a rectangular notch is given by, it is given by the Bessel's formula. The discharge over a rectangular notch is given by the equation 2 by 3 CDL H raised to 3 divided by 2. 2 by 3 CDL H raised to 3 divided by 2. It is the equation for the discharge over a rectangular notch. The discharge through a rectangular notch is given by, okay, next question same തന്നെയാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 2 by 3 CDL H raised to 3 divided by 2 ആണ്. When the Froude's number is between 1.7 and 2.5, the type of hydraulic jump formed is, it is a steady jump. അപ്പോൾ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ബേസിസിലാണ് ടൈപ്സ് ഓഫ് ജമ്പ് വരുന്നത്. ഫസ്റ്റ് classification is 1 തൊട്ട് 1.7 വരെ. It is a undular jump. 1.7 തൊട്ട് 2.5 വരെ, sorry, it is not steady here. It is a weak jump. 2.5 തൊട്ട് 4.5 വരെ, it is a oscillating jump. Oscillating jump. 4.5 തൊട്ട് 9 വരെ, it is a steady jump. Greater than 9 ആണെന്നുണ്ടെങ്കിൽ the jump is called as a strong jump. Okay. So hydraulic jump in the chapter നമ്മൾ already discuss ചെയ്തതാണ്. So here the answer, it is a weak jump. Weak jump ആണ് answer. Surface tension is due to, surface tension, it is due to the cohesion only. The velocity distribution in the turbulent boundary layer region is, it is logarithmic in nature. The velocity potential exists only for, already discuss ചെയ്തതാണ്, derive ചെയ്തതാണ്, irrotational flowയ്ക്ക് മാത്രമേ velocity potential exist ചെയ്യത്തുള്ളൂ. The height of water column corresponding to a pressure equivalent to 75 cm of mercury column is, നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് ഹൈറ്റ് ഓഫ് മെർക്കുറി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ കോളം എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ റോ ജി എച്ച് ഓഫ് mercury should be equal to rho GH of water. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് ദി മെർക്കുറി എന്ന് പറയുന്നത് 13600 ആണ്. ജി രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോകും. ഹൈറ്റ് ഓഫ് ദ മെർക്കുറി ഈസ് ഗിവൻ വെൻ ആസ് 75 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു എത്ര ഹൈറ്റ് ആണെന്നുള്ളത്. ഇറ്റ് ഈസ് 1020 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷിപ്പ് ഈസ് സീൻ ടു എൻറ്റർ സീ ഫ്രം എ റിവർ. റിവറിൽ നിന്നും സീയിലേക്ക് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഡെപ്ത് ഓഫ് സബ്മർജൻസ് വിൽ, ഓൾറെഡി നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്, ഡെപ്ത് ഓഫ് സബ്മർജൻസ് വിൽ ഡിക്രീസ്. ദ സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വോളിയം ഈസ് കോൾഡ് ആസ്, ഇറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് ദി buoyancy. A pressure reading below the atmospheric pressure is called, atmospheric pressure ന്റെ താഴെ റീഡ് ചെയ്യുന്ന പ്രഷർ, ഇറ്റ് ഈസ് എ വാക്യൂം പ്രഷർ. മേളിലാണെന്നുണ്ടെങ്കിൽ അത് ഗേജ് പ്രഷർ ആയിരിക്കും. സീറോ ലെവൽ പ്രഷറിൽ നിന്ന് റീഡ് ചെയ്യുന്ന പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട് പ്രഷർ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ the continuity equation represents the conservation of mass. The flow through a pipe, the efficiency of transmission under the condition of a maximum power transmission is, already നമ്മൾ കണ്ടതാണ്. maximum power transmission നടക്കണമെന്നുണ്ടെങ്കിൽ head loss will have to be equal to, head loss have to be equal to capital H divided by 3, that is 1/3 times of the total head available ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 66.67 ആണ് വരുന്നത്. ഡിസ്ചാർജ് ത്രൂ ആൻ ഓപ്പൺ ചാനൽ ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് നോച്ചസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി തിയറി പോർഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് ടർബൈനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, കൂടുതൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ആ പോർഷനിലേക്കാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്